ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിഫ്റ്റിയുടെ അനാലിസിസാണ് ഫസ്റ്റ് നമ്മളെടുക്കുന്ന പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക്. സോ ഇതിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ മാർക്കറ്റിലൊരു വലിയൊരു ബുൾ റൺ, അതിനുശേഷം ഒരു കറക്ഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്ഷൻ തീരുന്ന ടൈമിന് ശേഷം മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വലിയൊരു സെൽ ഓഫിലൂടെയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ സെൽ ഓഫ് അതിന് മുന്നത്തെ ലോ, ഈ വീക്കിലെ ലോ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ച് ആ ലോയിലേക്ക് റീടെസ്റ്റ് ചെയ്ത് ഏകദേശം അവിടെ തന്നെ നിൽക്കുവാണ്. സോ മാർക്കറ്റിന് രണ്ട് ഡയറക്ഷൻ ഇപ്പോൾ ഉണ്ട്. ഒന്നുകിൽ പേഴ്സണലി ഒരു സെക്കൻഡ്, ഓക്കെ, മാർക്കറ്റിന് ഇങ്ങനെ ഒരു കർവ് എടുത്ത് ഓൾറെഡി ഇവിടെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു കർവ് എടുത്ത് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഓക്കെ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യണം ഇന്നത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളത്. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകൾ ട്രേഡ് ചെയ്യണോ ഇതിന് താഴേക്ക് ട്രേഡ് ചെയ്യണോ എന്നുള്ളത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയൊരു ഷോർട്ട് പൊസിഷൻ ആണെങ്കിലോ വലിയൊരു ലോങ് പൊസിഷൻ ആണെങ്കിലോ അവർ വൈകുന്നേരത്തിന് മുന്നേ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും എന്നുള്ളത് കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സോ ഒരു പൊസിഷനും ബ്ലൈൻഡായിട്ട് ഹോൾഡ് ചെയ്യരുത്, അടുത്ത വീക്കിലത്തേക്ക് ഹോൾഡ് ചെയ്യാനും പോകരുത്. ഓക്കെ, അതുപോലെ 23rd മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് വരുന്നത് നാളെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, 23rd. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സ്ട്രീം വോളറ്റൈലിറ്റി നമുക്ക് മൺഡേ എക്സ്പെക്റ്റ് ചെയ്യാം. സോ അതും കൂടെ ഒന്ന് മനസ്സിൽ കരുതി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ നിഫ്റ്റിയുടെ ലോവർ ടൈം ഫ്രെയിം സിമ്പിളാണ്. നിഫ്റ്റിയുടെ ലോവർ ടൈം ഫ്രെയിം ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി, അസെൻഡിങ് ട്രയാങ്കിളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കുറച്ച് ഹെക്ടിക്കാണ്. ഓക്കെ, ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് കാണുന്നത്, ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വളരെ സ്ലോ ആയിട്ട് കയറുന്നത്, ഇന്നലത്തെ ലൈവിൽ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് വീഴുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണെങ്കിലും കയറുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. ഒരു ചെറിയൊരു 20 ഡിഗ്രി ആംഗിളിലായിരിക്കും മാർക്കറ്റ് എപ്പോഴും തിരിച്ച് കയറാൻ ശ്രമിക്കുക. സോ ആ ഒരു ആംഗിളിൽ പതുക്കെ തിരിച്ച് കയറുന്നതായിട്ടാണ് കാണുന്നത്. നോക്കുക, മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണിൽ വന്ന് ഓപ്പൺ ചെയ്യുന്ന പ്രൈസിൽ നിന്ന് ഒരു കറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതിനുശേഷം ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കുന്നതിനേക്കാളും ബെറ്റർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പ്രൈസിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് നോക്കുന്നതാണ്. അടുത്ത ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇതൊന്ന് ഷോർട്ട് ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ് ആണ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. മോസ്റ്റ്ലി ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്നാലും 5500 എന്നുള്ളത് ഒരുപാട് ദിവസമായിട്ട് പറയുന്ന ഒരു ഏരിയയാണ്. ആ 5500 മേളിൽ സോളിഡ് ആയിട്ടുള്ള ക്ലോസിംഗ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം കയറിപ്പോയത് ഓർമ്മയുണ്ടോ, ഐ തിങ്ക് അത് കയറിപ്പോയത് 5100 വരെയാണെന്ന് തോന്നുന്നു. അത് ഏകദേശം ആ ഒരു ഇതേ ട്രേഡ് തന്നെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും പേസിൽ കയറി പോകണമെന്നില്ല, കുറച്ചുകൂടെ സ്ലോ ആയിട്ടായിരിക്കും കയറി പോവുക. സോ 5800 റേഞ്ചിലൊക്കെ നമുക്ക് ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് കയറിയാൽ. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനുള്ള ഏരിയ ഒന്നും ഇവിടെ ഇല്ല. ഓൾമോസ്റ്റ് ഒരു 340 താഴേക്ക് ഇനി ഷോർട്ട് ചെയ്യാൻ തന്നെ ഉള്ളൂ. സോൾഡ് ആയിട്ടുള്ള ഷോർട്ടിംഗ് ഒക്കെ 200 താഴെ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് പിടിക്കുവാണ്. ഇന്നലത്തെ ദിവസം 11 മണിക്ക് ശേഷം കംപ്ലീറ്റ്ലി അങ്ങനെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഡയറക്ഷൻ മാർക്കറ്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണാണ്. സോ ട്രേഡ് അക്കോർഡിംഗ്ലി ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ അഗ്രസീവ് ആൻഡ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. കാണുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്വിങ് റേഞ്ചിന് ഉള്ളിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റി അങ്ങനെ ആണെന്ന് തോന്നുന്നില്ല. നിഫ്റ്റി കുറച്ചുകൂടെ വീക്കാണ്, സ്വിങ് റേഞ്ചിനകത്തല്ല. ഇതൊരു ബെയറിഷ് റേഞ്ചിന് ഉള്ളിൽ തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.